ഒരു ഓണ്ടർപ്രണറിനെ എങ്ങനെയൊക്കെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളതും എന്നെ എങ്ങനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തു, ഞാൻ പഠിച്ച എൻ്റെ എക്സ്പീരിയൻസിൽ പഠിച്ച കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരിക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ആക്ച്വലി ഞാൻ ഈ ഓണ്ടർപ്രണർഷിപ്പിലേക്ക് കടന്ന സമയത്ത് ഇനീഷ്യൽ സ്റ്റേജിൽ ഞാൻ അതിനേക്കാൾ കൂടുതൽ ഫോക്കസ് ചെയ്തത് സെയിൽസ് ആയിക്കോട്ടെ, മറ്റു കാര്യങ്ങളായിക്കോട്ടെ, എങ്ങനെയെങ്കിലും ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്തെടുക്കുക എന്നുള്ളതായിരുന്നു ഫസ്റ്റ് ഫോക്കസ്. അങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് പഠിച്ച് വരുന്ന സമയത്ത് ഞാൻ ഫേസ് ചെയ്തിരുന്ന മെയിൻ ഇഷ്യൂ, ആൾക്കാരോട് സംസാരിക്കുന്ന സമയത്തായിക്കോട്ടെ, ഇപ്പം പാരൻസിനോട് സംസാരിക്കുന്ന സമയത്തായിക്കോട്ടെ, എനിക്ക് അവർക്ക് പ്രോപ്പറായിട്ട് ക്ലാരിറ്റി കൊടുക്കാൻ പറ്റാത്ത കേസ് വരുന്ന സമയത്ത് എനിക്ക് ആ സ്റ്റുഡൻറ്റിനുള്ള അഡ്മിഷൻ കൊടുക്കാൻ പറ്റാത്ത കേസ് ആണ് ആക്ച്വലി വരാറുള്ളത്. സോ ഞാൻ എങ്ങനെ കൃത്യമായിട്ട് അവിടെ സംസാരിക്കുന്നു, എൻ്റെ ക്ലാരിറ്റി, എൻ്റെ സംസാരം, അതാണ് ആക്ച്വലി അവിടെ എന്താക്കുന്നത് ആ ഒരു അഡ്മിഷൻ എടുക്കാനും അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ക്ലാസ്സസ് സെഷൻസ് കൊടുക്കാനും നമുക്ക് എജുസോൾവിൽ പറ്റുന്നത്. സോ ഇത് എൻ്റെ ബിസിനസ്സിൻ്റെ മാത്രം കേസില്ല, ഞാൻ പറയുന്നത് മൊത്തത്തിൽ നമ്മൾ ഒരു ബിസിനസ്സിലേക്ക് കടക്കുന്ന സമയത്ത് എല്ലാവർക്കും വേണ്ട ഒരു മെയിൻ കാര്യമാണ് ഈ ഒരു കാര്യം. സോ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാന്നുള്ള വീഡിയോസ് നമ്മൾ വരുന്ന വീഡിയോസിലായിട്ട് ചെയ്യുന്നതായിരിക്കും. സോ ആസ് എ ഓണ്ടർപ്രണർ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നല്ല അടിപൊളിയായ മാത്രമായിരിക്കും നമുക്ക് സെയിൽസ്, നമ്മളെ ഡീൽസ് നമുക്ക് ക്ലോസ് ചെയ്യാൻ വേണ്ടി പറ്റുക. സോ അതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു ബിസിനസ്സിലേക്ക് ആയിക്കോട്ടെ, നിങ്ങൾ ഓൺ ഐഡിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ ഓൺ പരിപാടിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇനീഷ്യൽ സ്റ്റേജിൽ നിങ്ങൾക്കായിരിക്കും അതിനെക്കുറിച്ച് കൂടുതൽ ക്ലാരിറ്റി കിട്ടുക. അപ്പം മേ ബി പുതിയൊരു ഇന്നോവേറ്റീവ് ഐഡിയ ആണെങ്കിൽ നിങ്ങൾ സറൗണ്ടിങ്സിലുള്ള ഒരാളോട് നിങ്ങൾ പറയുന്ന സമയത്ത് ചിലപ്പോൾ മേ ബി അവരെന്നെ അത് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. സോ ആ സമയത്ത് നിങ്ങൾ അതിനെക്കുറിച്ച് നിങ്ങളെ ക്ലാരിറ്റി, നിങ്ങൾ എങ്ങനെ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, അതിനനുസരിച്ചിരിക്കും നിങ്ങളെ റിസൾട്ടും നിങ്ങളെ ഗ്രോത്തും. അത് നിങ്ങൾക്ക് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കംപ്ലീറ്റ്ലി പോകും. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഫ്രണ്ട് സർക്കിൾ, നിങ്ങളെ കോറായിട്ടുള്ള കുറച്ച് സർക്കിളിനെ നിങ്ങൾ ആദ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നിങ്ങളെ കാര്യങ്ങൾ പറഞ്ഞിട്ട് മനസ്സിലാകുന്നുണ്ടോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഇനി അവിടെ എന്തൊക്കെ ചേഞ്ചസ് വരുത്തണം എന്ന് ആലോചിക്കുക. അതിനുശേഷം വേണം നിങ്ങൾ മറ്റുള്ളവരുടെ അടുത്തേക്ക് പോയിട്ട് പിച്ച് ചെയ്യാൻ. സോ ആദ്യം ഒരു ടെസ്റ്റ് പോലെ നിങ്ങൾ ആ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി നിങ്ങൾക്ക് എന്താവും, നിങ്ങളെ കാര്യത്തിനെ കുറിച്ച് ക്ലാരിറ്റി കിട്ടുമ്പോൾ ഒബ്വിയസ്ലി നിങ്ങൾ ഓപ്പോസിറ്റുള്ള ആൾക്കാർക്ക് ഒരു കോൺഫിഡൻസ് ആയി മാറും. ശരിക്കും അതല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് ഒരു സാധനത്തിനെ കുറിച്ച് കൃത്യമായ കൺവിക്ഷൻ ഉണ്ട്, കൃത്യമായ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ ഓപ്പോസിറ്റുള്ള ആൾക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാവുന്നത് കോൺഫിഡൻസ് ആണ്. ആ കോൺഫിഡൻസിന്റെ ബേസിൽ അവരെന്താവും നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാനുള്ള 110% എന്തുണ്ട്, ചാൻസ് ഉണ്ട് എന്നുള്ള. സോ ഇങ്ങനെ നിങ്ങളെ ഞാനിപ്പം ഓണ്ടർപ്രണർഷിപ്പിലേക്ക് കടന്നതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇനീഷ്യൽ സ്റ്റേജിൽ നെറ്റ്വർക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമല്ല ഫോക്കസ് ചെയ്തത്, മെയിൻലി ഇതെങ്ങനെ റൺ ചെയ്യും, ഇതിൻ്റെ ഓപ്പറേഷൻ എങ്ങനെയായിരിക്കും, ഇതെങ്ങനെയായിരിക്കും. സോ അവിടെ വേണ്ട എനിക്ക് കാര്യങ്ങളെല്ലാം എൻ്റെ ഒരു മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ ഞാൻ പാരൻസിനാണ് ഡീൽ ചെയ്യുന്നത്. സോ പാരൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കാട്ട് ഏജിലുള്ളവരാണ്, കുറച്ചുകൂടി കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി അറിയുന്നവരാണ്. എനിക്ക് അവർക്ക് പ്രോപ്പർ ക്ലാരിറ്റി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പറ്റൂല. സോ നമ്മളെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടത് നമുക്ക് ബേസിക്കലി നമുക്ക് നോളജ് തന്നെ. ആ നോളജ് വരുന്നതിന് വേണ്ടി നിങ്ങളുടെ ടൈമും നിങ്ങളെ കാര്യങ്ങളൊക്കെ എല്ലാം നിങ്ങൾ സ്പെൻഡ് ചെയ്താൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ആ നോളജ് കൂട്ടി അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിനെ കുറിച്ചുള്ള ക്ലാരിറ്റി കൂട്ടിയിട്ട് അതിലൂടെ നിങ്ങൾ എന്താക്കാൻ വേണ്ടി പറ്റും, നിങ്ങളെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. മോർ ദാൻ ഒരു ലാംഗ്വേജ് പഠിക്കാന്നതിൻ്റെ ഉപരി നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ആ ഒരു കാര്യം പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നിങ്ങൾ ഓപ്പോസിറ്റുള്ള ആൾക്ക് കൃത്യമായിട്ടല്ല കിട്ടിയതെന്നുള്ള. സോ നിങ്ങളൊരു കാര്യം പറഞ്ഞു, ഓപ്പോസിറ്റുള്ള ആൾക്ക് അത് വേറെ രീതിയിൽ മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സോ ശരിക്കും അവിടെ നമ്മളെ കമ്മ്യൂണിക്കേഷൻ ഫെയിലായി എന്നുള്ളതാണ് അർത്ഥം. സോ ഇത് നിങ്ങൾ എന്താക്കണം, കൃത്യമായിട്ട് അവിടേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ നിങ്ങളെ കോർ സർക്കിളിൽ ആദ്യം പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ കോൺസെപ്റ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുക. അപ്പം ഞാനൊരു ടോപ്പിക്കിനെ കുറിച്ച് ക്ലാസ് എടുക്കുന്ന സമയത്ത് അടുത്ത ഇനീഷ്യൽ സ്റ്റേജ് ടീച്ചർ ആയിരുന്ന സമയത്ത് തന്നെ ക്ലാസ് എടുക്കുന്ന സമയത്ത് എനിക്ക് അറിയാത്തൊരു കോൺസെപ്റ്റ് ആണെങ്കിൽ എൻ്റെ കോൺഫിഡൻസ് കുറവായിരിക്കും, എൻ്റെ കമ്മ്യൂണിക്കേഷൻ അത്ര പ്രോപ്പർ ആവണമെന്നില്ല, കുട്ടികൾക്ക് മനസ്സിലാവാത്ത കണ്ടീഷൻ വന്നേക്കാം എന്ന് വരെ മനസ്സിലാവും. അത് നമുക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് മനസ്സിലാവും. സോ അതേ സ്ഥാനത്ത് നമ്മളൊരു കോൺസെപ്റ്റ് കൃത്യമായി പഠിച്ച് അതിൻ്റെ ഇൻഡെപ്ത് നോളജ് വരെ നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പ്രസൻറ്റ് ചെയ്യുന്നത് കിടിലനായിരിക്കും. ഓപ്പോസിറ്റുള്ള ആൾക്ക് ഒറ്റയ്ക്ക് മനസ്സിലാവും. നമുക്ക് പല ലൈവ് എക്സാമ്പിൾസ് വെച്ചിട്ടൊക്കെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അവർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയുന്ന സമയത്ത് ലൈവ് എക്സാമ്പിൾസ് പറയും, എടാ ഇങ്ങനെ നമ്മളെ ഒരു കുടുംബക്കാരെങ്ങനെ ചെയ്താൽ എന്ത് ചെയ്യും, ആ രീതിയിൽ നമ്മളെ റിലേറ്റ് ചെയ്യുന്ന നമുക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള എക്സാമ്പിൾ വെച്ച് പറയുന്ന സമയത്ത് നമുക്ക് ചെയ്യാം ഇതൊക്കെ എവിടുന്നാണ് വരുന്നത്, ആക്ച്വലി അതിനോടുള്ള നിങ്ങളുടെ ക്ലാരിറ്റിയും നിങ്ങളെ നോളജുമാണ്. സോ നിങ്ങൾ അതൊക്കെ ഇതിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാമെന്ന് വിചാരിച്ച് കുറച്ച് വീഡിയോസ് കാണുക, കാര്യങ്ങൾ ചെയ്യാമെന്നല്ല വേണ്ടത്.
ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തിനെക്കുറിച്ചാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ നോളജ് ഫസ്റ്റ് ക്ലിയർ ചെയ്യണം, ക്ലാരിറ്റി ഫസ്റ്റ് ഉണ്ടാക്കണം. അത് കഴിഞ്ഞ് ഇത് ട്രൈ ഔട്ട് ചെയ്ത് പോകണം. പിന്നെ നിങ്ങൾ സംസാരിക്കുക, നിങ്ങൾ മാക്സിമം സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഞാനിപ്പോൾ ആര് വന്നു കഴിഞ്ഞാലും ഇപ്പം ബിസിനസ് റിലേറ്റഡ് ഇൻട്രസ്റ്റ് ഉള്ളവരാണ് ഞാൻ ഇരുന്ന് സംസാരിക്കുക. അതിപ്പം ബിസിനസ് തുടങ്ങിയ ആളായിക്കോട്ടെ, നല്ല എക്സ്പേർട്ട് ആയിക്കോട്ടെ, ആരാണെങ്കിലും ഐ എം വെരി ഹാപ്പി ടു അവരുമായിട്ട് സംസാരിച്ച് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഷെയർ ചെയ്യാനും അവരിൽ നിന്ന് കുറേ ഇൻസൈറ്റ്സ് കിട്ടാനും ഞാൻ അത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട്. സോ അങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ ചെയ്തു തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളെ കമ്മ്യൂണിക്കേഷൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഏതൊരാളും ഓൺടർപ്രണർഷിപ്പിലേക്കാണ് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന സാധനം ഇല്ലാന്നുണ്ടെങ്കിൽ പല സ്ഥലത്ത് നിങ്ങൾ എന്താക്കും, പല ഫെയിലിയേഴ്സ് അല്ലെങ്കിൽ പല പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടും. സോ അതിന് നിങ്ങൾ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ, തുടങ്ങുന്ന സമയത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളൊരു ബിസിനസ്സിലേക്ക് കടക്കുന്ന ആളാണെങ്കിൽ ഞാൻ ബിസിനസ്സിൻ്റെ സ്റ്റാർട്ടപ്പ് സീരീസ് ഞാൻ ചെയ്യുന്നുണ്ട്. സോ ഓൾറെഡി ഞാൻ 1-2 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഐ ബട്ടണിൽ ഫസ്റ്റ് വീഡിയോ വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്കും ഞാൻ എന്താക്കാം താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചാനൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ കാണാം. സോ ഈ ഒരു ചാനലിലൂടെ ഞാൻ മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത് ബിസിനസ്സും അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ ലൈഫും നമുക്ക് പേഴ്സണലി എങ്ങനെയൊക്കെ ഗ്രോത്ത് ഉണ്ടാക്കാം എന്നുള്ള ആ ഒരു കാര്യത്തിനെ കുറിച്ചായിരിക്കും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. സോ ബൈ.